മേള് തുറന്നായിരുന്നോളൂ നീ? ആ വേറിട്ടാ മതി. ഓക്കെ. കൊറിയർ വന്നാണോ? അങ്ങനെയല്ല അളക്കുന്നത്. അത് തെറ്റി. ആ സോറി ഒന്നും ഇല്ല ഇതിനകത്ത്. ഇത് പോസിറ്റീവ്, അത് നെഗറ്റീവ്. ഇത് പോസിറ്റീവിൽ നമ്മൾ പോസിറ്റീവ് തന്നെ ഓംസ് അടിച്ചു, ഇത് നെഗറ്റീവിൽ അടിച്ചു. അപ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ ഇത് കണ്ടോ അങ്ങോട്ട് കൊണ്ടുവന്ന എഫിഷ്യൻസി. ഇതിപ്പോൾ രണ്ടും കൂടെ വരുമ്പോൾ ഒരു 8 ഓംസ് 10 ഓംസ് അടുത്ത് വരെ കാണിക്കുന്നുണ്ട്. 8 ഓംസ് ആണ് കറക്റ്റ്. 8 ഓംസ് ആയി. ഇത് മാറി 7 8. ഓക്കെ. അപ്പോൾ സീരീസ് ആക്കി. അപ്പോൾ കൊടുത്തു. ഇത് ചാമ്പ്യൻ ഡബിൾ പറ്റിയല്ലേ? ഇടയിൽ രണ്ടല്ലേ കൊടുത്തത്? ഒരെണ്ണം കൊടുത്തിട്ടുള്ളൂ. അതിൻ്റെ ആവശ്യമുള്ളൂ, മറ്റേ പറ്റിയല്ല. 4 ഓംസ് DVC ആണ്. ഒരെണ്ണം 4 ഓംസ് ആണ്. ഇതിന് 500 വാട്ട്സ്, 1600 വാട്ട്സ്. മെയ്ഡ് ഇൻ വിയറ്റ്നാമാണ്. ഇത് വിയറ്റ്നാമാണ്, ചൈനയല്ല, വിയറ്റ്നാമാണ്. നല്ലതായിരുന്നു. കാണിച്ചു കൊടുത്തത് ചേച്ചി. മെയ്ഡ് ഇൻ വിയറ്റ്നാം ചാമ്പ്യൻ സീരീസ്. ഓക്കെ. ഇവരാണ് സാരഥികൾ. അവരെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്തിയാലേ. പേരുമൊക്കെ ചോദിച്ച്. ഓൻ്റെ പേരെങ്ങനെയാ? ഇതോ കൂട്ടുകാരാണോ? കൂട്ടുകാരാണ്. പഞ്ച് കൂട്ടുകാരാണ്. പഞ്ച് റാന്നിയാണോ സ്ഥലം? റാന്നി. പൊൻകുന്നം വഴിയാണോ വന്നേ? പൊൻകുന്നം വഴി. അല്ല, ക്ലാസ് റോഡല്ലേ? ബൈക്കിലാണോ വന്നേ? അവിടേക്കന്മാർ ഇതെങ്ങനെ കൊണ്ടുപോകും? ഹനുമാൻ കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോകും. ഭയങ്കര സാധനമല്ലേ? അതതിൻ്റെ സൈഡിൽ കൂടെ വെക്കാനുള്ളതല്ലേ? അത് ഒട്ടിക്കണം. അവരതിൻ്റെ കൂടെ തന്നിട്ടുള്ളതല്ലേ? അതതിൻ്റെ അറിയാമല്ലോ, ബോർഡറിൽ കൂടെ. നമ്മൾ കഴിഞ്ഞ ദിവസം ഹെഡ് ബുട്ട് ചെയ്തപ്പോൾ അതിനുണ്ടായിരുന്നല്ലോ. ഒരു തുള്ളി എയർ പോലും തള്ളാനുള്ളത് അറിയാമല്ലോ. വട്ടം ഒട്ടിക്കണം. ഒരു സൈഡിലെ പശയുള്ളേ, സ്പീക്കറിൻ്റെ ഇതിലോട്ട് ഒട്ടിച്ചാൽ മതി. മറ്റേ സൈഡിൽ പശയില്ല. തിരിച്ചു വെക്കുക സ്പീക്കർ. കമത്തി അവിടെ തന്നെ വെച്ചാൽ മതി. ഊരണം, അല്ല ഊരിഞ്ഞ് വെച്ചോ, അതായിരിക്കും നല്ല. എഡ്ജിലെ വട്ടത്തിൽ കൂടെ ഒട്ടിക്കണം, അറിയാലോ. നീ കണ്ടില്ലായിരുന്നു കഴിഞ്ഞ ദിവസം കസ്റ്റമർ തന്നെ ഒട്ടിക്കുന്നത്? വീഡിയോ കാണണം മുഴുവൻ. അത് അറ്റവും മുറിയും കണ്ടിട്ട് ഒരു കാര്യമില്ല.
കൊച്ചേ ആഹാ സ്പീഡ് കുറച്ച് ചെയ്യുമാനെ. പതുക്കെ ചെയ്യും. ഹലോ, ആ പറഞ്ഞോ. ആ S21 ഏറ്റവും നല്ല S21 അടിപൊളി സാധനം. ആ S21 ഒരു മോഡലുണ്ട്. 350 പ്ലസ് 220 പ്ലസ് 220 പ്ലസ് 220. ആ അതിൻ്റെ അതേ കൊടുക്കുന്ന ഇപ്പോൾ ഒരു വീഡിയോ ഞങ്ങൾ ചെയ്യുന്നുണ്ട്, അടുത്ത ദിവസം ഇട്ട് കാണിക്കാം. അതായത് നമുക്ക് ഡ്യുവൽ കോയിലുള്ള പൈനിയറയിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ ഉള്ള ഇത് നമുക്കൊന്ന് നോക്കാം. ഇപ്പം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഔട്ട്പുട്ട് 350 വാട്ട്സ് RMS ആണ്. ഇൻപുട്ട് 38 വോൾട്ട് 12 ആംപിയർ. അതെ ആ SMPS വെച്ചാലേ അത് പഞ്ചടിക്കുകയുള്ളൂ, അല്ലാതെ ഒരു വിഷയമില്ല. S21 ഒറിജിനൽ വെർഷനാണ്. അത് എല്ലാം ഇതേ മോഡലിലുള്ള സാധനങ്ങളൊക്കെ പലരും ഇമ്പോർട്ട് ചെയ്തിട്ട് അതേ നമ്പർ തന്നെ വെച്ച് അടുത്ത ആൾക്കാർ ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ നല്ലത് ചീത്തയും നമ്മൾ നോക്കിയെടുക്കാൻ പഠിക്കണം, എന്നാലും മാത്രമേ നമ്മുടെ പൈസ പോകത്തിരിക്കുള്ളൂ. അപ്പോൾ മനസ്സിലായില്ല, അതാണ് ഇതിൻ്റെ അകത്ത്. ശരി. എടാ അത് മുറുകിയതാടാ, ഇല്ലേ? മുറുകിയില്ലേ? മാർക്കെടുക്കുന്നുണ്ടോ കൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. ഒരു പേപ്പർ ഇങ്ങോട്ട് അവർക്ക് പോരെ. ED പോരെങ്കിൽ പാരൽ ചെയ്യാം, ഇത് മതി, ഇതാ നല്ലത്. അപ്പോൾ ഈ ആംപ്ലിഫയർ ഉപയോഗിക്കാതിന് ആ കണക്ഷൻ ലൂസായിട്ടായിരുന്നു. ഇത് നേരെ വെച്ച് മുറിക്കോ. ആ വൈബ്രേറ്റ് ചെയ്തല്ലേ. ഇനി ഇതിനും പേര് കിട്ടുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത് ഇടിക്കും. അത് സെപ്പറേറ്റ് സമൂഹം തന്നെ അതുപോലത്തെ സാധനം വെക്കണം. അത്ര ഇടി വേണം. ഇതാണ് ഇത്ര മാസം വരുള്ളൂ. തിരിച്ചറിയുമെന്ന് ചോദിച്ചാൽ ഇത് ഒറിജിനല്ല. തിരിച്ചറിയാൻ ഇപ്പം നമ്മുടെ ആൾക്കാരെയൊക്കെ നമുക്ക് കണ്ടാൽ തിരിച്ചറിയത്തില്ലേ എന്ന് പറഞ്ഞ പോലെ GST ബില്ലുണ്ടാവും, വാറണ്ടി പേപ്പർ ഉണ്ടാവും, കൂടാതെ ഇത് സീരിയൽ നമ്പർ ഉണ്ടാവും. പിന്നെ ഇത് എവിടെ നിന്ന് നമ്മൾ വാങ്ങുന്നു എന്നുള്ള ഒരു വിശ്വസ്തതയുണ്ടാവും. ഈ സോണി എന്ന് പറഞ്ഞ കമ്പനി ഇന്ത്യയിൽ വന്നപ്പോൾ അന്ന് ആദ്യത്തെ ഡീലറിൽപ്പെട്ട ഒരാളാണ് ഞാൻ. ആദ്യത്തെ ഡീലർമാർ ആപ്പാടെ 15 ഡീലർമാരെ ഉള്ളായിരുന്നു. അതിൽ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് പിറന്നു വീണപ്പോൾ നമുക്ക് നമ്മുടെ കൊച്ചിനെ തിരിച്ചറിയത്തില്ല എന്ന് പറഞ്ഞ പോലെ സോണിയുടെ എല്ലാ കാര്യങ്ങളും എനിക്ക് തിരിച്ചറിയാം. അത് നമ്മൾ അയച്ചിട്ടുണ്ട് കേട്ടോ. മെഡിക്കൽ സ്റ്റോറിലാണോ? അല്ല, നമ്മൾ ആ ഒരു നമുക്ക്
ഇത് റെഡ് കളറാണ് നമ്മൾ പോസിറ്റീവിന് കൊടുത്തിരിക്കുന്നത്. പോസിറ്റീവ് ഇതുണ്ടോ, റെഡ് ലൈന് പോസിറ്റീവ്, ലൈൻ ഇല്ലാത്തത് നെഗറ്റീവ്. അപ്പോൾ നമുക്കൊരു സ്പീക്കറിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് എങ്ങനെ തിരിച്ചറിയുമെന്ന് ചോദിച്ചാൽ, ഈ നമ്മളിങ്ങനെ ഒരു സ്പീക്കർ കമത്തി വെച്ചാൽ, ഏത് സ്പീക്കർ എന്ന് വെച്ചാൽ 99.999% സ്പീക്കറും ഇങ്ങനെ കമത്തി വെച്ചാൽ, ടെക്നിക്സിൻ്റെ ഒരു സ്പീക്കറിന് മാത്രം നേരെ തിരിഞ്ഞുണ്ട്. ഇനി ആ സ്പീക്കറൊന്നും ഇല്ലല്ലോ, അത് നിന്നുപോയ കമ്പനികൾ. പക്ഷേ 99.99% സ്പീക്കറുകളും ഇങ്ങനെ കമത്തി വെച്ചിട്ട് നമ്മുടെ റൈറ്റ് സൈഡിൽ, നമ്മുടെ വലതുവശത്ത്, ഇടതുവശം, റൈറ്റ് ലെഫ്റ്റ്. അപ്പോൾ മലയാളം മരത്തിൽ പഠിച്ചവർക്ക് ഇംഗ്ലീഷ് മരത്തിൽ പഠിച്ചവർക്ക് മനസ്സിലാകാനാവട്ടോ മലയാളത്തിൽ ഇംഗ്ലീഷും പറഞ്ഞു. എന്തോ കട്ട് ചെയ്യേ. പൊസിഷൻ ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവും ആയിരിക്കും. അത്രേ ഉള്ളൂ. നോക്കി ഇവിടെ എഴുതിയിട്ടുണ്ട്, നോക്കി നമ്മൾ. എല്ലാ സ്പീക്കറിൻ്റെ അങ്ങനെ ആയിരിക്കും. ഇത് 420 വാട്ട്സ് RMSഉം റേറ്റഡ് പവർ 300 വാട്ട്സ് എന്താണേലും കൊടുക്കാം. 300 തൊട്ട് 420 വരെ കൊടുക്കാം. 4 ohms ആണ്. മെയ്ഡ് ഇൻ വിയറ്റ്നാമാണ്. അപ്പോൾ അത് ഞാൻ കുത്താൻ പോവാണ്. ഇത് നമ്മൾ പിന്നെ സോൾഡർ ചെയ്ത് വെച്ചിരിക്കുന്ന പിന്നാണ്. ഇത് നമ്മൾ കറക്റ്റ് ആവശ്യത്തിനുള്ള വയറേ ഇവിടെ ഇട്ടിട്ടുള്ളൂ. ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് തിരിഞ്ഞു പോയാൽ കൊടുക്കണം. തിരിക്കുമ്പോൾ ഈ പറഞ്ഞ കണ്ടീഷനൊക്കെ മറന്നു പോകരുത്. ചുമല വരാം. ഓക്കെ. ഇത് പോസിറ്റീവ്. അത് വീഴും, ഒരു ലോക്ക് സൗണ്ട് കേൾക്കും, ടെക് എന്നൊരു സൗണ്ട്. പിന്നെ വലിച്ചു കഴിഞ്ഞ് പോരുകയില്ല. എന്നിട്ട് ഈ പ്ലാസ്റ്റിക് കവറും കൂടെ ഇടണം. പിന്നെ നെഗറ്റീവ്, അതിനും അതുപോലെ തന്നെ നടുക്കൊരു കുഴിയുള്ളൊരു ലോക്ക് ഉണ്ട്. ആ ലോക്ക് വീഴും, പിന്നെ വലിച്ചു കഴിഞ്ഞ് പോരത്തില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം സ്പീക്കർ നമ്മുടെ ആവശ്യം പോലെ വെക്കുക. നമുക്കിത് അടിയിലോട്ടാണ് സബ് വൂഫറിൻ്റെ ഹോള് വെച്ചിരിക്കുന്നത്. അപ്പോൾ സ്പീക്കർ ഇങ്ങനെ വെക്കണം, ഇങ്ങനെ വെക്കണം. അതിന് മുമ്പ് ഈ സെറ്റ് ഇവിടുന്ന് മാറ്റിയാൽ നമുക്കിവിടെ കുറച്ച് സ്ഥലമാവും. ഏതാ ഏത് സ്പീക്കറാ? ആ, ഇത് ഊഫറല്ല, സാധാരണ ഊഫറാണ്. 5 ഇഞ്ചായിരിക്കും. അപ്പോൾ അത് അതിൻ്റെ കറക്റ്റ് അലൈൻമെൻറ്റൊക്കെ കറക്റ്റ് ചെയ്ത് നേരെ വെക്കുക. ചെരിഞ്ഞ് വരുമോ, ചെരിഞ്ഞുണ്ടോ എന്നൊക്കെ നോക്കുക. ഒന്നും ഇല്ലെന്ന് ബോധ്യം വരും. നല്ല വെയിറ്റാണ്. നേരെ അല്ലേ നോക്കി ചേട്ടൻ്റെ ഒരു കാഴ്ചപ്പാട് നോക്കി. എങ്ങനെ തിരിക്കാറുണ്ടോ തിരിച്ചു. അപ്പോൾ നമ്മൾ കറക്റ്റ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ തിരിയാതിരിക്കാൻ ആദ്യമേ ഒരു സ്ക്രൂ ഇടണം. അല്ല, ഞാൻ നോക്കുന്നില്ല, കാരണം ഇത് കാണുന്ന ആളുടെ കാഴ്ചപ്പാടാണ്. കാരണം ഇതെന്നും കാണേണ്ട സാറാണ്. അതുകൊണ്ടാണ് ഷെർമെൻറ്റിലൊന്നും ഒരു കാര്യം ഇരുന്നത്. ഇതൊക്കെ ഒരു കാഴ്ചപ്പാടെന്നുള്ളൂ. ശരിയാതെ വാട്ടർ ലെവൽ വെച്ച് ചെയ്തിട്ട് ചെരിവുള്ള പോലെ തോന്നാറുണ്ട് ചിലപ്പോൾ. കറക്റ്റാണെന്ന് തോന്നുന്നു. നീ നോക്കിയാൽ ചെരിവുണ്ടോന്ന്. ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടല്ലേ. സ്പീക്കർ കൊണ്ടുപോകുന്നില്ലല്ലോ, ഈ ഊഫർ മാത്രം പോരെ. ഞാൻ ആ കൈ എന്തിനാണ് വെക്കുന്നത് മനസ്സിലായല്ലോ. ഈ വിരൽ വെക്കുന്ന ഒരിക്കലും ഇങ്ങോട്ട് ഇത് കിട്ടാതിരിക്കാനാണ് കേട്ടോ. കിട്ടായാൽ ആ സ്പീക്കർ പോവും.
രൂപ 6000 പോവും. ബാറ്ററി തീർന്നു. പെട്ടെന്നൊരു തീർച്ച. ആ ഫുള്ളായിരുന്നു. രണ്ട് ബാറ്ററി തന്നില്ല, പണി നടക്കാനെന്ന് അവർക്കറിയാം. കഴിഞ്ഞല്ലേ? ഇനി നിർത്തിക്കോ. നമ്മുടെ ഒരു ആമ്പ് എടുത്ത് കൊടുത്തു. പിടിച്ചു വരിച്ച് പെറ്റ് നമ്മൾ പുറത്ത് മേടിക്കുന്നതുകൊണ്ട് അതിന് ബില്ലില്ലാതെ ആശാരിമാർ പണിത് തരുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ ഷോർട്ട് പിടിച്ച് വരിച്ചു വന്നു. ആഘോഷിച്ചാൽ ആഘോഷിച്ചാൽ നല്ല ആംപ്ലിഫയറാണ്. ആ നടുക്ക് പുറവശത്തുള്ള കൊളുത്തി എടുക്കുവാണ് നല്ലത്. സാധനം തിരിച്ചയച്ചിട്ട് കാര്യമൊന്നുമില്ല, ഞാനിവിടെ ചെക്ക് ചെയ്തിട്ട് അയച്ചതാണ്. എനിക്കത് വർക്കാവുമെന്ന് ഉറപ്പുണ്ട്. ഞങ്ങൾ JBL സബ്വൂഫറാണ് സാറേ കൊടുത്തിരിക്കുന്നത്. എത്ര 2 JBL സബ്വൂഫർ ഞങ്ങൾ കൊടുത്തു നോക്കിയിരുന്നു, 2നും ഇടിയില്ലെന്നു. മക്കളെ ആ JBL സബ്വൂഫർ ഒരെണ്ണോ നമ്മുടെ 2 ആംപ്ലിഫയറുമായിട്ട് ഇങ്ങനെ പോരാൻ പറഞ്ഞു. മൂവാറ്റുപുഴ കൂടിയ സ്ഥലമൊന്നുമല്ലോ, ഇങ്ങനെ പോരാൻ പറഞ്ഞു. അങ്ങനെ അവരിവിടെ വന്നപ്പോൾ ഞാൻ എൻ്റെ സെറ്റിൽ ഈ 2 ആംപ്ലിഫയറും കൊടുത്ത് ശീലിച്ചു. പിന്നെ ഇവരുടെ JBL കൈ കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞത് 10 ഇഞ്ച് JBL ഡ്യൂപ്ലിക്കേറ്റ് ആണ്. 10 ഇഞ്ച് JBL ഇല്ല. ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു കടക്കാരൻ പറയുന്നുണ്ട് 1500 രൂപയ്ക്ക് JBL 10 ഇഞ്ചുണ്ട്. ഇവിടെ അടുത്തുള്ള ഒരു കടയാണ്. പറഞ്ഞാൽ മനസ്സിലായോ? അതൊക്കെ എന്നാ ചതിവാണെന്നറിയാം. 12 ഇഞ്ച് തൊട്ടേ വരുള്ളൂ. JBL 8490 JBL MRP. ആ സാധനം 1500 രൂപയ്ക്ക് കിട്ടുമ്പോൾ തന്നെ എന്നാന്ന് വിവരമുള്ളവർ മനസ്സിലാക്കിക്കണം. അത്രേ ഉള്ളൂ. അപ്പൊ ഇതാണ് കണ്ടീഷൻ. അപ്പൊ ശരി സാറേ, സംഭവം റെഡി, ബാക്കിങ് ഓക്കെ അല്ലേ? അപ്പൊ ഇനി കാണാം. പേരെങ്ങനെയായിരുന്നു? മധുമാർ. ഓക്കെ മധുമാർ, കോട്ടയം അല്ലേ? ഓക്കെ, താങ്ക് യു. തുറന്നു കൊടുത്താ മോളെ.
ബസ് സ്റ്റോപ്പ് സ്റ്റാൻഡിലോട്ട് പൊക്കോളാം.